പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ആൻസർ റഷ്യ. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ആരാണ്? ജോസഫ് സ്റ്റാലിൻ. ഇന്ത്യയിൽ ആരുടെ ഭരണകാലത്താണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? ജവഹർലാൽ നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 1956 വരെ. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമായും മുൻതൂക്കം നൽകിയിരുന്നത് കൃഷി, ജലസേചനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ചതുമായ മലയാളി KN രാജ്. വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന് മഹാക്ഷേത്രങ്ങൾ എന്ന് പരാമർശിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഹിരാക്കുഡ്, ദാമോദർ വാലി, ഭക്രാനംഗൽ എന്നീ ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിതമായത്. ഏത് വർഷമാണത്? 1953. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 61 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഗതാഗത വികസനം, വ്യവസായവൽക്കരണം. വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 മുതൽ 66 വരെ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തിനാണ് മുൻതൂക്കം നൽകിയത്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 1966 മുതൽ 1969 വരെ അറിയപ്പെട്ടിരുന്നത് പ്ലാൻ ഹോളിഡേ എന്നാണ്. 1966 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1969 മുതൽ 1974 വരെ. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? നാലാം പഞ്ചവത്സര പദ്ധതി. PSCയുടെ ഉത്തരവ് പ്രകാരം ഗാഡ്ഗിൽ യോജന മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് നിലവിൽ വന്നത്. ആദ്യത്തെ ബംഗ്ലാദേശസാൽക്കരണം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്? നാലാം പഞ്ചവത്സര പദ്ധതി 1969. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1974 മുതൽ 1979 വരെ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? DP ധർ.
അഞ്ചാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1975 മുതൽ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇന്ദിരാഗാന്ധി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ആരുടെ ഭരണകാലത്താണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്? മൊറാർജി ദേശായിയുടെ 1978 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഗുന്നാർ മിർഡാൾ. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1980 മുതൽ 1985 വരെ. ആറാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമായും മുൻതൂക്കം നൽകിയിരുന്നത് തൊഴിൽ വികസന പദ്ധതികൾക്കായി. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1985 മുതൽ 1990 വരെ. ഏഴാം പഞ്ചവത്സര പദ്ധതി ഏതൊക്കെ മേഖലയിലാണ് പുരോഗതി കൈവരിക്കാൻ സാധിച്ചത്? വാർത്താവിനിമയം, ഗതാഗത മേഖല. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1992 മുതൽ 1997 വരെ. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ് സംവിധാനം എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതി. ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1997 മുതൽ 2002 വരെ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി. ഒൻപതാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17 ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. ഒൻപതാം പഞ്ചവത്സര പദ്ധതി. പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2002 മുതൽ 2007 വരെ. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. പത്താം പഞ്ചവത്സര പദ്ധതി. 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2007 മുതൽ 2012 വരെ. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച എന്ന ലക്ഷ്യമായിരുന്നു 11-ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി. 11-ാം പഞ്ചവത്സര പദ്ധതി. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെ. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: സുസ്ഥിര വികസനവും ത്വരഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വളർച്ച.